നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ശാന്തസുന്ദരമായ തീരദേശ ഗ്രാമമാണ് ചെല്ലാനം. മനോഹരമായ കടൽത്തീരവും വികസനം കൊതിച്ചു കിടക്കുന്ന മത്സ്യബന്ധന തുറമുഖവും ഈ ഗ്രാമത്തിൻ്റെ സൗഭാഗ്യങ്ങളാണ്. പൊക്കാളിപ്പാടങ്ങളും ജലാശയങ്ങളും നിറഞ്ഞ കുമ്പളങ്ങി കടന്നാണ് ചെല്ലാനം എന്ന സുന്ദര ലോകത്തേക്ക് നമ്മൾ എത്തുന്നത്. ഈ മനോഹാരിതയൊക്കെ തല്ലിക്കെടുത്തുന്ന ദുരിതമാണ് ഇപ്പോൾ ചെല്ലാനത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ശക്തമായ കടൽക്ഷോഭവും വേലിയേറ്റവും ഉണ്ടാകുമ്പോൾ കരയിലേക്ക് തലതല്ലിക്കയറുന്ന തിരമാലകൾ ചെല്ലാനത്തെ വലിയ വെള്ളക്കെട്ടുകൾ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. റോഡുകളും വീടുകളുമെല്ലാം തോടുകളായി മാറുന്നു. ഈ ദുസ്സഹമായ സാഹചര്യത്തിൽ സ്വന്തം വീടുകളിൽ നിന്നും കുഞ്ഞുകുട്ടി പരാധീനം ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. തിരകൾ അല്പം ഒന്ന് ശാന്തമായി വെള്ളക്കെട്ടുകൾ ചെറുതായി ഒന്ന് വറ്റിത്തുടങ്ങുമ്പോൾ തിരികെ സ്വന്തം വീടുകളിൽ എത്തുന്നവർക്ക് മാറിയുടുക്കാൻ ഒരു വസ്ത്രം പോലും സ്വന്തം വീടുകളിൽ ഉണ്ടാകില്ല എന്നതാണ് ദയനീയമായ അവസ്ഥ. കൊച്ചി പോർട്ട് നിലവിൽ വന്നതിന് ശേഷമാണ് സാധാരണ ജനജീവിതം ഇത്രയും ദുരിതപൂർണമായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടാകുന്ന പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ചെല്ലാനം. 7 കിലോമീറ്റർ ദൂരത്തിൽ ടെട്രാപാഡുകളും പുലിമുട്ടുകളും ഒക്കെ സ്ഥാപിച്ചുവെങ്കിലും ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ഇനിയും 3.5 കിലോമീറ്റർ ടെട്രാപാഡുകളും പുലിമുട്ടുകളും സ്ഥാപിക്കുവാൻ ബാക്കിയാണ്. കടൽ ഭിത്തികൾക്കൊപ്പം ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ പുലിമുട്ടുകളും സംരക്ഷണത്തിനായി കൊച്ചി തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന എക്കൽ ചെല്ലാനത്ത് നിക്ഷേപിക്കുകയും ചെയ്താൽ ജനത്തിന്റെ ക്ലേശങ്ങൾ അല്പമെങ്കിലും കുറഞ്ഞു കിട്ടും. കൊച്ചി തുറമുഖത്തെ കപ്പൽ ചാലുകളിലെ ചെളി നീക്കം ചെയ്യാൻ കൊച്ചി തുറമുഖ ട്രസ്റ്റ് പ്രതിവർഷം ചെലവാക്കുന്നത് 140 കോടി രൂപയാണ്. ഇന്ത്യയിലെ തുറമുഖത്തിന് ഏറ്റവും കൂടുതൽ ഡ്രഡ്ജിംഗ് നടക്കുന്നത് കൊച്ചി തുറമുഖത്താണ്. പ്രതിവർഷം 24 മില്യൺ ക്യൂബിക് മീറ്റർ എക്കലാണ് നീക്കം ചെയ്യുന്നത്. കപ്പൽ ചാലുകളിൽ നിന്നും നീക്കം ചെയ്യുന്ന എക്കൽ പുറം കടലിൽ കൊണ്ടുപോയി തട്ടിക്കളയുന്ന സ്ഥിരം പരിപാടിക്ക് പകരം ഈ എക്കൽ ചെല്ലാനം തീരത്ത് നിക്ഷേപിച്ചാൽ അവിടുത്തെ വലിയ വലിയ വെള്ളക്കെട്ടുകൾക്ക് ഒരു പരിധി വരെയൊക്കെ പരിഹാരമായി മാറും. കടൽക്ഷോഭത്തോടൊപ്പം ചെല്ലാനത്ത് രൂക്ഷമായ മറ്റൊരു ഭീഷണി തീരം ഇടിയുന്നതാണ്. അതിശക്തമായ കടലാക്രമണത്തിൽ തീരം ഇടിഞ്ഞ് കടലിൽ ഒഴുകിപ്പോകുന്ന മണ്ണ് ചെല്ലാനം തീരത്ത് പിന്നീട് തിരികെ എത്തുന്നില്ല. ഇതിനാലാണ് ചെല്ലാനത്ത് വലിയ തോതിൽ തീരശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മാത്രം ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്കിൽ നഷ്ടമാകുന്ന കടൽ തീരത്തെ മണ്ണ് വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുക്കില്ലാത്തതിനാൽ എന്നേക്കുമായി ചെല്ലാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കടലിനടിയിൽ നിന്നും ചെളിയും മണലും ഊറ്റാൻ ഉപയോഗിക്കുന്ന വലിയ പമ്പുകൾ ഉപയോഗിച്ച് ചെല്ലാനം തീരത്ത് എക്കൽ നിക്ഷേപിച്ചും ശക്തമായ കടൽത്തിരയിൽ ടെട്രാപാഡുകൾക്ക് മുകളിൽ കൂടി ഇരച്ചു കയറുന്ന തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ ചെല്ലാനം തീരത്ത് കൂടുതൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചും ചെല്ലാനം എന്ന മനോഹര ദേശത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ചാനൽ 91 അധികാരികളോട് അഭ്യർത്ഥിക്കുന്നത്.